മോർണിംഗ് മാഡം, ഞാനൊരു കമ്പനിയിൽ നിന്ന് വരുവാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ്. ഗുഡ് മോർണിംഗ് മാഡം. നീ ഇവിടെ നീ എന്നെ ഇവിടെ ഞാൻ ഇതിൽ ഇങ്ങോട്ട് പോന്നു. ചേട്ടാ, നിന്നോട് ആ ജംഗ്ഷൻ ഇറങ്ങിയിട്ട് നീ വലത്തോട്ട് പോകാനല്ലേ പറഞ്ഞു? അതെ. ഇടത്തോട്ട്, ഞാൻ വലത്തോട്ട്. നീ പിന്നെ എന്നെ അത്ര ഇങ്ങോട്ട് വന്നു? ഞാൻ വലത്തോട്ട് പോയി കറങ്ങി തിരിഞ്ഞ് ഞാൻ കയറിയത് വീട്ടിലാണ്. ചേട്ടാ, ഈ വീട്ടിൽ ആദ്യം വന്നത് ഞാനല്ലേ? നീ പോകും, ഞാനിവിടെ മാർക്കറ്റിൽ. ഞാൻ പോകാനാ, ഞാനാണ് ഇവിടെ ആദ്യം വന്നത്. അല്ല, അത് കുഴപ്പമില്ല, നീ പൊക്കോ. നീ അപ്പുറത്തെ വീട്ടിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് കുഴപ്പമില്ല. നീ വേറെ വീട്ടിൽ ചെന്ന് കയറി. ഇല്ലെന്ന് ഞാനിവിടെ കയറി പോയി. ഞാൻ പറയുന്നതൊക്കെ എനിക്ക് 90 മാർക്ക് വരെ വന്നിരിക്കുകയാണ്. ഇനി 10 മാർക്ക് കൂടെ കിട്ടിയാലേ എനിക്ക് ജോലി സ്ഥിരപ്പെടുകയുള്ളൂ. എടാ, അത് തന്നെയാണ് എന്റെ അവസ്ഥ. 10 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്കും ജോലി കിട്ടും. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുമോ? അന്നാ നീ പോവാ, അതല്ലേ ഞാൻ പറയണത്. ഞാനല്ലേ ആദ്യം വന്നത്, നീ പോകാൻ? ഞാൻ പോകൂല. പോയല്ലേ? പോകൂല. എന്ത് കഷ്ടം വന്നിരിക്കുന്നത്. മാഡം, ഞങ്ങളൊരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്നാണേ. അതെ മാഡം. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ 90 മാർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് മാഡം. ഇനി 10 മാർക്ക് കൂടെ കിട്ടിയാൽ മതി. 10 മാർക്ക് കൂടെ കിട്ടിയാൽ എന്റെ ജോലി സ്ഥിരപ്പെടും മാഡം. എന്റെ ജോലി സ്ഥിരപ്പെടും മാഡം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഒന്ന് എടുക്കണം മാഡം. മിസ്റ്റർ റഷീദ് സോഡ മേക്കറാണ് മാഡം. മാഡത്തിന് ഇപ്പോൾ ഒരു സോഡ കുടിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ മാഡം തൊട്ടപ്പുറത്തുള്ള കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ മിസ്റ്റർ റഷീദ് സോഡ മേക്കർ മാഡത്തിന് നല്ല ഉഗ്രം ഗ്യാസുള്ള സോഡ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ മാഡം ഒരുപാട് പണി ചെയ്യുന്നതല്ലേ മാഡം? പെട്ടെന്ന് മാഡത്തിന് ഒരു ഗ്യാസ് കയറുകയാണെങ്കിൽ റഷീദ് അന്നേരം സോഡ ഉണ്ടാക്കി തരും മാഡം. ഏത് റഷീദ്? മിസ്റ്റർ റഷീദ്. മിസ്റ്റർ റഷീദ് ഉണ്ടാക്കി തരും. അല്ല, ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞത് കേട്ടില്ലായിരുന്നു. ഇല്ല, എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുവാണെങ്കിൽ അതിൽ മാത്രമായിരിക്കും എന്റെ കോൺസെൻട്രേഷൻ. ഇപ്പൊ ഞാൻ തുണി കഴുകല്ലേ, തുണി മാത്രം കഴുകിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പാത്രം കഴുകുവാണെങ്കിൽ അതിൽ മാത്രമായിരിക്കും എന്റെ ശ്രദ്ധ, പാത്രം കഴുകൽ മാത്രം. ഞാനിപ്പോ ചോറുണ്ടോണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ചോറ് മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ചുറ്റും ഇരിക്കുന്ന കൂട്ടാൻ പോലും ഞാൻ എടുക്കത്തില്ല. തെറി പറയുവാണെങ്കിലോ 2 ദിവസം നിർത്താതെ തെറി പറയും. എന്റെ ഒരു സ്വഭാവം അത്. സാധനം പറഞ്ഞു മാഡം. ഒരെണ്ണം എടുക്കണം മാഡം. കാര്യം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 10 മാർക്ക് വെച്ച് കിട്ടിയാലേ. ഞാൻ പറഞ്ഞില്ലേ അനിയന്മാരെ, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ തുണി കഴുകിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ എനിക്ക് വേറെ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. മാഡം തുണി കഴിക്കോ, ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. മാഡം, ഈ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാഡത്തിന്റെ വീട്ടിൽ വളരെ ഉപകാരമാണ്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് കയറി വരുന്നു, അന്നേരം ഒരു സോഡ നാരങ്ങ വെള്ളം കൊടുക്കണമെങ്കിൽ മിസ്റ്റർ റഷീദ് സോഡയ്ക്കകത്ത് നിന്ന് അടിച്ചു കൊടുക്കുന്നു. അത് മാത്രമല്ല മാഡം, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സോഡ ഏത് വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഇത് 2005 ഞങ്ങൾ വിരിച്ചു തരാം മാഡം. ഞാൻ വിരിച്ചു തരാം. അല്ല, ഞങ്ങൾ വിരിച്ചു തരാം മാഡം. ഞാൻ വിരിച്ചോളാം. 2500 രൂപ നിൽക്കേ. ഞാൻ പിരിക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ വിരിച്ചു തരാം മാഡം. ഇങ്ങോട്ട് തന്നെ. അല്ല മാഡം, ഞാൻ പറയുന്നേക്ക് സാർ. മാഡം, അതെ ഞാൻ പറയുന്നേക്ക് ഞാൻ പറയുന്നേക്ക് മാഡം. ഇത് 2500 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. ഞാൻ വിരിച്ചോളാം മാഡം. ഇത് 2500 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ കമ്പനിയുടെ പ്രചരണാർത്ഥമാണ് ഞങ്ങളിത് വെറും 500 രൂപയ്ക്കാണ് മാഡം വിൽക്കുന്നത്. പ്ലീസ് മാഡം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും മാഡം. അല്ല, ഏത് കടയിലും മാഡം ചെന്ന് ചോദിച്ചു നോക്കൂ. ചോദിച്ചു നോക്കുമ്പോൾ ഇതിന് 2500 3000 രൂപ വരെ വില വരുന്നതാണ് മാഡം. അതാണ് ഞാൻ പറഞ്ഞത് മാഡം. തന്നോട് ഇതെന്ന് വിടാൻ പറഞ്ഞാണോ? അല്ല മാഡം, ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ കേക്ക് മാഡം. ഇത് 2500 രൂപ പ്രൊഡക്റ്റ് ഉള്ള സാധനമാണ്. അത്രയും വിലയുള്ളത് കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ. ഞാനിപ്പോ തുണി കഴുകട്ടെ, എനിക്ക് അതിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മാഡം, 10 മാർക്ക് കൂടെ കിട്ടിയ എന്റെ ജോലി സ്ഥിരപ്പെടും. അതിന് വേണ്ടിയിട്ടാണ്. മാഡത്തിന്റെ ചേച്ചിയാണോ? ചേച്ചി ഒന്ന് പറഞ്ഞേ ചേച്ചി. 2500 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. നീ എപ്പോഴാ പെണ്ണായത്? ഞാൻ വിളിക്കാം. ആര് പെണ്ണായത്? നീ ആരുടെ സാരി കൊടുത്തോണ്ടിരിക്കുന്നു? ഇത് ആരാ എന്നെ സാരി ഉടുപ്പിച്ചത്? പ്ലീസ് മാഡം, ഞങ്ങളെ പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാം. നോക്കിയിട്ട് മതി. പ്ലീസ് മാഡം. മാഡം 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 ഞങ്ങൾ വിരിച്ചു തരാം മാഡം. ഞങ്ങൾ വിരിച്ചു തരാം മാഡം. നീ വേറെ തുണിയല്ല അതെടുത്ത് വിരിക്കും. ഇത് തന്നെ പിടിക്കുന്നു. അതുകൊണ്ടാ അത് ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിക്കും. എന്ത് കുഴപ്പമില്ലെന്ന് എന്റെ കയ്യിലേത്തിലൂടെ വലിച്ചു കളഞ്ഞേ. ഞാൻ എന്ത് സമാധാനം പറയും? ഞാൻ ഈ വീട്ടുകാരോട് എന്ത് സമാധാനം പറയുമെന്ന്? അപ്പൊ മേഡം ഈ വീട്ടിലെ അല്ലേ? ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ. ജോലിക്കാരിയോടാണ് ഞങ്ങൾ ഇത്ര നേരം ഇതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലേ എന്റെ കോൺസെൻട്രേഷൻ കളയരുതെന്ന്. പോയി കഴുകടാ, തുണി പോയി കഴുകടാ. ഇത് പഴയതായതുകൊണ്ടാണ് മേഡം അത് കയറിപ്പോയത്. തുണി കഴുകടാ, തുണി കഴുകടാ. പോയി ഞാൻ പോട്ടെ. കഴുക തുണി കഴുകടാ. തുണി നീ കഴുകു. ഇതൊന്നുകൂടെ കഴുകു. നോക്കി നിൽക്കുന്നു നിന്നെയൊക്കെ. കഴുകടാ, കഴുകു മാഡം. സോപ്പ് അലർജി ഏതാ? സോറി മാഡം, വീട്ടിൽ പെമ്പർനോത്തിക്ക് ഇത് ചെയ്ത് കൊടുക്കുമ്പോ എന്റെ കൈ ചൊറിയുന്ന സാധാരണ. ചൊറിയട്ടെ മാഡം. മാഡം ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞു
മാഡം ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ റഷീദ് സോഡ മേക്കർ. ഈ പ്രൊഡക്റ്റിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ സോഡ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ ആദ്യം ഈ വീട്ടിൽ കയറി വന്ന ഞാനല്ലേ. ഞാനാണ് ഈ സോഡ മേക്കർ ആദ്യം പരിചയപ്പെടുത്തി. മിസ്റ്റർ റഷീദ് സോഡ. നീ പോ, നീ എന്തോ നോക്കിയിരിക്കുന്നത്, നീ പോ. അല്ല, നീ പോയി തുണി എടുത്തോണ്ട് വാ. മിസ്റ്റർ റഷീദ് തുണി എടുത്തോണ്ട് വാ. മേഡം റഷീദിനെ കുറിച്ച് അറിയാൻ മേലാത്തോണ്ട് നല്ല ഒരു സാധനമാണ് റഷീദ് എന്ന് പറയുന്നത്. ആ നാട്ടിലൊക്കെ റഷീദിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. ഞങ്ങൾ എല്ലായിടത്തും റഷീദിനെ കുറിച്ച് നല്ല അഭിപ്രായമേ മേഡം. ഈ രണ്ടെണ്ണം കൂടെ കഴുകി വേഗം കൊണ്ടുവാ. ഇത് വേണ്ട, ഇത് കീറിയതാ, അത് പോട്ടെ, അത് കഴുകിക്കൊണ്ടുവാ. റഷീദ് നല്ലതാണ് മാഡം. വിരിച്ചിട്. ഒരു റഷീദ് എടുക്കും മാഡം. എടുക്കാം, റഷീദ് എടുക്കാം. ടാർഗറ്റ് അച്ചീവ് ചെയ്യാം മാഡം, പ്ലീസ്. എന്തിനാണ് മാഡം റഷീദ് എന്നും പറഞ്ഞ് റഷീദിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വേറെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ സ്വയം വഞ്ചിതരാകാതിരിക്കാൻ മേഡം. നല്ല പ്രോഡക്റ്റാണ് മേഡം ഇത് പറയുന്നത്. പ്ലീസ് മാഡം. തീർന്നു മേഡം. ഇനി ഒരെണ്ണം എടുക്ക്. എല്ലാം വിരിച്ചു, എല്ലാം അലക്കി ഞങ്ങൾ പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. എന്റെ എവിടുന്നാ പൈസ? അയ്യോ ഇപ്പൊ ഇത്ര നേരം വായിട്ടടിച്ച വെറുതെ അല്ലേ? പിന്നല്ല, ഞാൻ എങ്ങനെ എടുക്കാനാ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ? അല്ല, എവിടെ പോവാന്ന്? അവിടെ നിന്നെ ആ കയ്യില് കീറിയന്റെ പൈസ തന്നിട്ട് പോ. ഇല്ല, ആ കയ്യില് കീറിയന്റെ പൈസ തന്നിട്ട് പോ. ഇപ്പൊ അറിയാതെ അത് പഴയ കൈലിയല്ലേ കാശ്. ഞാൻ 5 വർഷം കൊണ്ട് കഴുകുന്ന കൈലിയാ, ഇതുവരെ അത് കീറിയിട്ടില്ല. മര്യാദക്ക് പൈസ തന്നിട്ട് പോ. കളിയെടുക്കാത്ത പൈസ ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം നിർത്താതെ തെറി വിളിക്കുന്നവളാ ഞാൻ. അത് കേട്ടായിരുന്നു. തരുന്നുണ്ടോ പൈസ? പൈസ എത്രയാണെന്ന് പറ. 1000 രൂപ. അയ്യോ നിസാര ഒരു കൈലിക്ക് 1000 രൂപയോ? 1000 രൂപ. പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിന് മാത്രം ഈ പൈസ ഉള്ളൂ? ഞങ്ങളുടെ പ്രോഡക്റ്റിനൊന്നും പൈസ ഇല്ല. ഞങ്ങൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് ഈ 500 രൂപയ്ക്ക് കൊടുക്കുന്നത്. എന്നാ 999 രൂപ. 5000 രൂപയുടെ സാധനം ഞങ്ങൾ ഡിസ്കൗണ്ട് ഓഫറിൽ 1000 രൂപ കൊടുക്കണാണ് മാഡം. 1000 രൂപ തന്നിട്ട് പോയാൽ മതി. എന്താന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിച്ചു. നീ 500 എടുക്കും, പകുതി കയറിയത് നീയല്ലേ? ഉണ്ടോ 500 കൈനീട്ടം വിറ്റതാ, വേറെ ഒന്നും ഇല്ല. ഇനി എന്റെ ചായ കുടിക്കണമെങ്കിൽ വേറെ കാശ് വേണം. അതിൽ നിന്ന് 100 രൂപ ചായ കുടിക്കാൻ. എന്താ? അതിൽ നിന്ന് 100 രൂപ ചായ കുടിക്കാൻ. ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട. എന്നാ മേഡം ഒരു പ്രൊഡക്റ്റ് എടുക്കും മേഡം. ഒരു പ്രൊഡക്റ്റ് എടുക്കും മാഡം. എന്നാ പിന്നെ ഒരു പ്രോഡക്റ്റ് എടുക്കും. ഓക്കെ മാഡം, താങ്ക് യു. അല്ല, ഇതിന് എത്ര രൂപയായി പ്രോഡക്റ്റിന്? 1000 രൂപയുള്ളൂ മാഡം. അല്ല, എന്റെ 500 രൂപയുള്ളൂ. എന്റെ 500 രൂപയുള്ളൂ മേഡം. എന്നാ എന്റെ 500 രൂപ ഞാൻ തരും മാഡം. മാഡം പിടിക്ക്, വേഗം അവൻ പറ്റിക്കോ പോയി. ഇതിന് 500 രൂപയാ. ഇതിന് 500 രൂപ. വളരെ സന്തോഷം മേഡം. സന്തോഷം മാഡം. എന്തായാലും കാപ്പി കുടിക്കാനും ചായ കുടിക്കാനും വണ്ടി കുടിക്കാനുള്ള എന്താ പറഞ്ഞ മിസ്റ്റർ റഷീദ് ടാർഗറ്റ് ഇന്ന് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടും. 10 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾക്ക് ജോലിയാണ്. 2 പ്രോഡക്റ്റ് പോയി. 2 പ്രോഡക്റ്റ് പോയി. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വളരെ ഉപകാരം. നമുക്കിനി ഈ വഴിക്ക് പോവാം. എന്തായാലും സംഭവം നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റിയല്ലോ. അല്ലടാ, 500 രൂപ നമ്മളല്ലേ അവർക്ക് കൊടുത്തത്? അതെ. ആ 500 രൂപ അല്ലേ അവർ തിരിച്ചു തന്നേ? അതെ. നമ്മുടെ ഇന്ന് സാധനമല്ലേ നമ്മൾ അവർക്ക് കൊടുത്തേ? അതെ. അപ്പൊ ഇതിൽ ലാഭം ആർക്കാ? അവർക്ക്. നമ്മുടെ 500 പോയി, നമ്മുടെ ഒരു പ്രോഡക്റ്റും പോയി. അല്ലേ, അപ്പൊ മേഡത്തിനല്ലേ ലാഭം? അതെ. അല്ല, നമുക്കിത് എന്ത് ഭ്രാന്താന്ന് ഞാൻ ആലോചിക്കുന്നത്. അതാ ഞാനും ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഇത് എന്ത് ഭ്രാന്താ? അടുത്ത ആഴ്ച പുതിയ പ്രൊഡക്റ്റുമായിട്ട് വരണേ. എന്തിനാ? കീറാൻ പറ്റിയ ഒരുപാട് തുണിയുണ്ട്.